ലയോ 14 പാപ്പയുടെ ആദ്യത്തെ ആഫ്രിക്കൻ അപ്പസ്തോലിക യാത്രയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ട് വത്തിക്കാൻ. 11 ദിവസങ്ങളോളം നീളുന്ന പാപ്പയുടെ ആഫ്രിക്കൻ സന്ദർശനം കത്തോലിക്ക സമുദായങ്ങളുമായും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കും. ലയോ 14 പാപ്പയുടെ ആദ്യത്തെ ആഫ്രിക്കൻ അപ്പസ്തോലിക യാത്രയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി വത്തിക്കാൻ സ്റ്റേറ്റ് പുറത്തുവിട്ടു. 11 ദിവസങ്ങളോളം നീളുന്ന പാപ്പയുടെ ആഫ്രിക്കൻ സന്ദർശനം 2026 ഏപ്രിൽ 13 മുതൽ 26 വരെയുള്ള ദിനങ്ങളിലാണ് നടത്തപ്പെടുക. അൾജീരിയ, അംഗോള, കാമറൂൺ, ഇക്വറ്റോറിയൽ ഗയന മുതലായ രാജ്യങ്ങളാണ് മാർപ്പാപ്പ സന്ദർശിക്കുന്നത്. മാർപ്പാപ്പയുടെ ആദ്യത്തെ ഈ അപ്പസ്തോലിക യാത്ര കത്തോലിക്ക സമുദായങ്ങളുമായും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് വത്തിക്കാൻ സ്റ്റേറ്റ് പുറത്തുവിട്ടിരിക്കുന്ന രേഖയിൽ പറയുന്നത്. ആഫ്രിക്കയിലുടനീളം യുവജനങ്ങളുടെ ഒത്തൊരുമയ്ക്കും മുന്നേറ്റത്തിനും സഭയുടെ സാമൂഹിക ദൗത്യത്തിനുമായാണ് ഈ യാത്ര നടത്തപ്പെടുന്നത്. 2026 ഏപ്രിൽ 13 റോമിൽ നിന്ന് ആദ്യം അൾജീരിയയിലേക്കാണ് പാപ്പയും സംഘവും യാത്ര തിരിക്കുന്നത്. അൾജീരിയയിൽ പ്രസിഡന്റുമായും പിന്നീട് വിശ്വാസികളുമായും കൂടിക്കാഴ്ച നടത്തുന്ന പാപ്പ ഏപ്രിൽ 15 കാമറൂണിന്റെ തലസ്ഥാനമായ യോണ്ടയിൽ എത്തിച്ചേരും. കാമറൂണിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അംഗോളയുടെ തലസ്ഥാനമായ ലുവാണ്ടയിൽ ഏപ്രിൽ 18 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മാർപ്പാപ്പയുടെ വിമാനം വന്നെത്തും. ഏപ്രിൽ 21 ഇക്വറ്റോറിയൽ ഗയനായിലെ മലാബോ നഗരത്തിൽ എത്തിച്ചേരുന്ന പാപ്പയും സംഘവും കൂടിക്കാഴ്ചകൾക്കും സന്ദർശനങ്ങൾക്കും ശേഷം മലാബോയിലെ സ്റ്റേഡിയത്തിൽ ദീപബലി അർപ്പിക്കും. അസ്സലാം അലൈക്കും എന്നറിയപ്പെടുന്ന അറബിക് അഭിവാദന പദമാണ് അൾജീരിയയിലേക്കുള്ള യാത്രയിൽ പാപ്പയുടെ ആപ്തവാക്യം. സമാധാനം നിന്നോടുകൂടെ എന്നാണ് ഇതിന്റെ അർത്ഥം. സമാധാനത്തിന്റെ അപ്പസ്തോലനായിട്ടാണ് പാപ്പ അൾജീരിയയിൽ എത്തുന്നതെന്നാണ് വത്തിക്കാൻ സ്റ്റേറ്റ് പുറത്തുവിട്ട രേഖയിൽ പറയുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുക എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 21 വാക്യമാണ് കാമറൂണിലേക്കുള്ള പാപ്പയുടെ ആപ്തവാക്യം. അതേസമയം അംഗോളയിലേക്ക് സമാധാനവും അനുരഞ്ജനവും എന്ന ആപ്തവാക്യമാണ് പാപ്പ സ്വീകരിച്ചത്. എന്നാൽ ഇക്വറ്റോറിയൽ ഗയനയ്ക്ക് നൽകിയ പാപ്പയുടെ ആപ്തവാക്യം വ്യത്യസ്തമാണ്. ഇക്വറ്റോറിയൽ ഗയനായുടെ പ്രകാശമായ ക്രിസ്തു, ഭാവിയുടെ പ്രതീക്ഷ എന്നതാണ് ഈ രാജ്യത്തിനുള്ള ആപ്തവാക്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.